800-കൾക്ക് ശേഷം തർബിയത്തിൻ്റെ മശായിഖന്മാരില്ല എന്ന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറയുന്ന ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ത്വരീഖത്തിൻ്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന ചില അല്പജ്ഞാനികൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ തർബിയത്തിൻ്റെ മശായിഖന്മാർ ഇപ്പോൾ ഉണ്ടോ? എന്താണ് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തർബിയത്തിൻ്റെ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള കാഴ്ചപ്പാട്? നിങ്ങൾ നേരത്തെ പറഞ്ഞ വിഭാഗം അവരുടെ പ്രധാന ജോലി തന്നെ ശരീഅത്തിൻ്റെ ഉലമാഇനെ ഇകഴ്ത്തി കാണിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും എങ്ങനെയൊക്കെ അടിക്കാൻ കഴിയോ അതിന് മാത്രം ജീവിതം തുലക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ തന്നെ അവർ ഹക്കല്ല എന്ന് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതായിരുന്നാലും ഹിജറ 824 ശേഷം തർബിയത്തിൻ്റെ ശൈഖ്മാരില്ല എന്ന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു ക്ലിപ്പിംഗ് എടുത്ത് ഉസ്താദിനെ നിശിതമായി വിമർശിക്കുകയാണ്. സത്യത്തിൽ ഉസ്താദ് ഇവിടെ നാക്കിൽ മാത്രമാണ്. പൊന്മള ഉസ്താദ് സ്വന്തത്തിലൊരു അഭിപ്രായം പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ടവർ നാക്കിലാണ്. നാക്കിലിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു വിഷയം നക്കല് ചെയ്തു കഴിഞ്ഞാൽ ആ നക്കല് ചെയ്ത വിഷയം ആരെത്തൊട്ടാണോ നക്കല് ചെയ്തത് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ ആ നക്കല് ചെയ്ത ആളെ ക്രോസ് ചെയ്യേണ്ട ആവശ്യം ആർക്കും ഇല്ല. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഒരിക്കലും അത് സ്വന്തമായി പറഞ്ഞതല്ല. അഹമ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് പറഞ്ഞതാ. ബഹുമാനപ്പെട്ടവർ മഹാനവറുകൾ പറഞ്ഞതാ. അപ്പം അതിന് പൊന്മള ഉസ്താദിൻ്റെ മേത്ത് കയറിയിട്ട് കാര്യമില്ല. അഹമ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി അത്രേ പറഞ്ഞിട്ടുള്ളൂ. തെർബിയത്തിൻ്റെ ഷെയ്ഖ് മുറിഞ്ഞു കഴിഞ്ഞു. ഇസ്തിലാഹൻ നിലക്കുള്ള തെർബിയത്ത് എന്നാണ് പറഞ്ഞത്. തെർബിയത്തിൻ്റെ ജിൻസ് മുറിഞ്ഞ് എന്ന് അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, പൊന്മള ഉസ്താദും പറഞ്ഞിട്ടില്ല. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു, തീർച്ചയായും ദീനിൻ്റെ കാര്യങ്ങൾ, ദീനിൻ്റെ വിഷയങ്ങൾ ഖദ് ഫസദത്ത് വളഉഫത്, അതൊക്കെ ഫാസിദായിപ്പോയി, അതൊക്കെ ബലഹീനമായി പോയിട്ടുണ്ട് ദീനിൻ്റെ കാര്യങ്ങൾ. ഇല്ല തസവ്വുഫ, തസവ്വുഫൊഴികെ. തസവ്വുഫോ ഫഇന്നഹു ഖദിൻ മഹക ബിൽകുല്ലിയ, അത് പാടെ നശിച്ചു പോയി. മറ്റേത് ലൈഫായി കുറച്ചെങ്കിലും ഉണ്ട്. തസവുഫ് എന്നുള്ളത് കദിൻ മഹക്ക എന്നാണ് ബഹുമാനപ്പെട്ടവർ അവിടെ പ്രയോഗിച്ച ലഫ്ള് പദം. നമ്മൾ ലോകത്ത് പഠിക്കുന്ന ആൾക്കാരാണല്ലോ. നമ്മൾ ഓലമാതിരി ലോകത്ത് പഠിക്കാത്തവരല്ല. ലോകത്ത് പഠിക്കണതിനെ നിഷേധിക്കുന്നവരോ അല്ലെങ്കിൽ പരിഹസിക്കുന്നവരോ അല്ല ഈ വിഭാഗത്തെ പോലെ. അപ്പോൾ ഇൻമഹക്ക എന്ന് പറഞ്ഞിട്ട് അസർ പോലും ഇല്ലാതെ, അടയാളം പോലും ഇല്ലാതെ മാഞ്ഞു പോകുന്നതിനാ ഇൻമഹക്ക എന്ന് പറയാം. അപ്പം അതിൻ്റെ അടയാളം പോലും ശേഷിക്കുന്നില്ല. പോയി കഴിഞ്ഞാൽ അടയാളം, ഒരു വീട് തകർന്നു പോയാൽ അതിന് കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ തറൻ്റെ ഒരു ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അസറ്. ആ അസറ് പോലും ഇല്ല. ആ നിലക്ക് അത് ഏഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പോൾ ഗസ്സാലി ഇമാമിനെ പറ്റി ഇവരെന്ത് പറയും? നാളെ ഗസ്സാലി ഇമാമിനെതിരെ ചട്ടിയും കലവും കുടുക്കിയൊക്കെ എടുത്ത് ഇവർ നാടായ നാട് പ്രസംഗിക്കുമോ? മഹാനായ അഹമ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ പ്രസംഗിക്കുമോ? അപ്പൊ ഈ ഒരു കാര്യം മാത്രമേ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് പറഞ്ഞതെന്താണ്, ആ പറഞ്ഞതെന്താന്ന് ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും അറിയാം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവർ പറയുന്നത് കേട്ടുപഠിച്ച പ്രവർത്തകന്മാർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ച് ആലിമീങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഇത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. അഹമ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ വിഷയം കാലങ്ങൾക്ക് മുമ്പ് ഇമാമിയങ്ങളോട്, തസവുഫിന്റെ ഇമാമിയങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, മഹാനായ
അൽ കുത്തുബ് അഷേഖ് അബ്ദുൽ അസീസ് ദബ്ബാഗ് റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരുടെ കിതാബുൽ ഇബ്രീസ് ആണിത്. ആ കിതാബുൽ ഇബ്രീസിൽ ബഹുമാനപ്പെട്ടവരോട് ഒരു ചോദ്യമുണ്ട്. സഅലഹു റളിയല്ലാഹു അൻഹു ബഅദുൽ ഫുഖഹായി, ചില ഫഖീഹീങ്ങളായ ആളുകൾ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് എന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഒരു ഉമ്മിയായ ആളാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ല, പഠിക്കാതെ അല്ലാഹു തആല വിലായത്ത് കൊടുത്ത് ഹക്കീക്കത്തിലേക്ക് കൊണ്ടുപോയ ഒരു മഹാനാണ്, കശ്ഫ് കൊടുത്തൊരു മഹാനാണ്. ആ മഹാനോട് അക്കാലത്തുള്ള പണ്ഡിതന്മാര് ശരീഅത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനൊക്കെ 100% ശരീഅത്തിന് വിരുദ്ധമാകാതെ മറുപടി കൊടുത്തപ്പോൾ അന്നത്തെ ആലിമീങ്ങൾ അംഗീകരിച്ചു ബഹുമാനപ്പെട്ടവരെ വിലായത്ത്. അങ്ങനത്തെ മഹാനാണ്. അങ്ങനെ ലദുന്നിയായി കിട്ടുന്ന വളരെ ചുരുക്കപ്പേരുകളുണ്ട്. വളരെ കഴിഞ്ഞ കാല ചരിത്രത്തിൽ നോക്കിയാൽ നമ്മളെ അറിവിൽ വളരെ ചുരുങ്ങിയ ആളുകളാണ്. അലിയുൽ ഖവാസിനെ പോലെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈ അബ്ദുൽ അസീസ് ദബ്ബാഗിനെ പോലെയുള്ള ആളുകൾ. പക്ഷെ അവരൊക്കെ അള്ളാഹുവിന്റെ കശ്ഫിലേക്ക് എത്തിയ അള്ളാഹു തആല അവർക്ക് ഇൽമു കൊടുക്കും, വേണ്ട ഇൽമൊക്കെ കൊടുക്കും. അപ്പൊ നാളഞ്ഞ് ഒരാൾ ദുനിയായി കിട്ടുന്നു വന്ന പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കൂല. അവിടെയുള്ള ആലിമീങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഹക്കായ നിലക്ക് മറുപടി പറയാൻ കഴിയണം. അപ്പോഴേ ഈ ഉമ്മത്ത് അംഗീകരിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനത്തെ കശ്ഫ് കൊണ്ട് ഇൽമു കിട്ടിയ ആളാണ് അബ്ദുൽ അസീസ് ദബ്ബാഗ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവരോടാണ് ചോദിക്കുന്നത്, അമ്മാ കീല ഇന്ന തെർബിയത്ത ഇൻകതാത്, തെർബിയത്തൊക്കെ മുറിഞ്ഞു പോയല്ലോ, ഫാൽ ദാലിക സ്വഹീഹുൻ അംല, അത് സ്വഹീഹാണോ അല്ലേ എന്നിട്ട് പറഞ്ഞിട്ട് ആ ചോദ്യത്തിന്റെ പൂർണ്ണ രൂപം പിന്നെ അടിയിൽ പറയുന്നുണ്ട്. അത് തെർബിയത്ത് മുറിഞ്ഞു എന്നല്ല, ഇസ്തിലാഹിയായ തെർബിയത്ത് മുറിഞ്ഞു എന്നാ അതാ പറയുന്നത്. ഫമിൻഹാ സയ്യിദി മാ നുഖില അൻ ശൈഖ് സറൂഖ് റളിയല്ലാഹു അൻഹു ഇൻഖതഅത്തി തെർബിയത്തു ബിൽ ഇസ്തിലാഹ്, ഇസ്തിലാഹിയായ തെർബിയത്ത് മുറിഞ്ഞു. ഇവർക്കെന്ത് ഇസ്തിലാഹിയായ തെർബിയത്ത്, ഹിമ്മത്ത് കൊണ്ടുള്ള തെർബിയത്ത്, ഇതൊക്കെ ഇവർക്കറിയോ? അപ്പൊ ഇസ്തിലാഹിയായ തെർബിയത്ത് മുറിഞ്ഞു. ഇസ്തിലാഹിയായ തെർബിയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെർബിയത്ത് നടത്തുന്നുണ്ടോ എന്നും പറഞ്ഞിങ്ങാണ്ട് ഇപ്പം ഇവർ കാട്ടിക്കൂട്ടണുണ്ട്, ജാബിയത്ത് സൂഫിയ എന്നൊക്കെ പേര് വെച്ചിട്ട്. അതാ ഇസ്തിലാഹിയായ തെർബിയത്ത്. ആ തെർബിയത്ത് ഇല്ല, അതൊക്കെ ചുരുട്ടി മടക്കി വെച്ച് ശേഖന്മാരൊക്കെ പോയി. അതാണ് അതുകൊണ്ട് ഉദ്ദേശം. അല്ലാതെ തെർബിയത്തിന്റെ ജിൻസ് എണ്ണ മുറിഞ്ഞു എന്ന് അഹമ്മദ് സറൂഖും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ അവരൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്രീസ് പറയാണ്, അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് മൊത്തം ഞാൻ വായിക്കുന്നില്ല, ഒരുപാട് സമയം ദൈർഘ്യമാകും നമ്മുടെ ഇത്. അങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫഅജാബ റഹിമഹുല്ലാ ബി അന്നൽ മഖ്സൂദ മിനത്ത് തർബിയത്തി, തെർബിയത്തിനാലുള്ള ഉദ്ദേശം ഹുവ തസ്ഫിയത്തു ദാത്തി, ദാത്തിനെ സഫായി ചെയ്യലാണ്, കടഞ്ഞെടുക്കലാണ്. വ തത്ഹീറുഹ മിർ റുഊനാതിഹ ഹത്താ തുതീക ഹംല ശിരി, അങ്ങനെ കടഞ്ഞെടുത്തിട്ട് ഹൃദയത്തിന്റെ കേടുകളിൽ നിന്നും അതിന്റെ മോശങ്ങളിൽ നിന്നൊക്കെ ശുദ്ധിയാക്കിയിട്ട് ആ നഫ്സ് സിറ് വഹിക്കാൻ പാകത്തിലാകണം. സിറ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട് റൂഹിന്. ആദ്യത്തെ സ്റ്റെപ്പ് നഫ്സാണ്, പിന്നെ റൂഹാണ്, പിന്നെ സിറാണ്. സിറ് എന്ന് പറയണമെങ്കിൽ തംകീനിന്റെ മർത്തബെത്തണം, അപ്പോൾ ആ സിറ് അറിയാം. അതുകൊണ്ടാണ് മഹാനായ വൈദ്യ ശേഖനെ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയും. ആ സിറ് വഹിക്കാൻ പാകത്തിലേക്ക് അവരുടെ ആത്മാവ് എത്തി. ഇന്നിപ്പോ അങ്ങനത്തെ കണക്കൊന്നുമില്ല, ആര് മരിച്ചാലും ഖദ്ദസല്ലാഹു സിർറഹുവാണ്. പക്ഷെ അതിനൊക്കെ ഇവരെ കൗമിന്റെ ഇടയിൽ ചില ഇസ്തിലാഹുകളുണ്ട്. അപ്പൊ തംകീനിന്റെ മർത്തബ എന്ന് പറയുന്ന ഒരു മർത്തബയുണ്ട്. അലാ വലിയും ബി തഹക്കീമിൻ വ തംകീനി എന്ന് കുതുബിയത്ത് പറഞ്ഞില്ലേ, അതാണ് തഹക്കീമു തംകീനിന്റെ മർത്തബ. അത് മക്കാനത്താണ്. പിന്നെ അത് അവിടെ ഹാലു അല്ല മക്കാമൊക്കെ കഴിഞ്ഞു, അവിടെ ഒരു അവിടെ ആയിട്ട് ഉറക്കിയാണ്. പിന്നെ ഹാല് പോലെ ഹാലുണ്ട്, മക്കാമുണ്ട്, അതൊക്കെ വളരെ വിശദമായി പറയേണ്ട വിഷയമാണ്. അപ്പൊ ഏതായിരുന്നാലും ആ തംകീന്റെ മർത്തബയിലെത്തുക, അതാണ് സിറ് വഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അങ്ങനെ സിറ് വഹിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്താനാണ് ഈ ത്വരീഖത്ത് എന്ന് പറയുന്നത്, ഇങ്ങനെ നഫ്സിനെ സ്ഫുടം ചെയ്യുക എന്ന് പറയുന്നത്. വലൈസ ദാലിക, ഇത് ഉണ്ടാവൂല, ഇങ്ങനെ സ്ഫുടം ചെയ്ത് നന്നാക്കുക എന്നുള്ളത് ഉണ്ടാവൂല, ഇല്ലാ ബിഇസാലത്തിൽ ലലാമി മിൻഹ, ആ ശരീരത്തിലുള്ള ഇരുളുകളെയൊക്കെ നീക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വതാറത്തൻ, ചിലപ്പോൾ യകൂനു ബി സഫായിഹ, ഈ സിറ് വഹിക്കാനുള്ള പരുവത്തിലേക്ക് എത്തൽ നഫ്സിന്റെ സഫാവ് കൊണ്ട് തന്നെ ഉണ്ടാവും, ഒരു ഷെയ്ഖിന്റെ ആവശ്യമില്ല, സഫാവ് കൊണ്ട് തന്നെ ഉണ്ടാവും. ഫി അസ്ലി ഖിൽഖത്തിഹ, അതിന്റെ ഖിൽഖത്തിന്റെ അസ്ലിൽ തന്നെ.
അതെങ്ങനെ അള്ളാഹു ആ നഫ്സിനെ അങ്ങോട്ട് ശുദ്ധിയാക്കും ബിലാ വാസിത്തത്തിൽ, ഒരു ഷെയ്ഖിന്റെ വാസിത്തല്ല, ഒരു ഷെയ്ഖും ഇല്ല. ചോദിക്കട്ടെ, ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള കാലത്ത് അവിടെ തന്നെയാണ് ഏറ്റവും വലിയ ഷെയ്ഖ്. അവിടത്തേക്ക് ശേഷം വന്ന സ്വഹാബാക്കൾക്കൊക്കെ ഉള്ള ഷെയ്ഖാരാ? ഏത് ഷെയ്ഖ? അപ്പൊ അതൊക്കെ അസ്ലുൽ ഖിൽഖത്തിൽ അല്ലാഹു തആല ശുദ്ധിയാക്കിയ ആളുകളാണ്. വഹാദിഹി ഹാലത്തുൽ ഖുറൂനി സലാസ, ഇതാണ് 3 നൂറ്റാണ്ടിന്റെ അവസ്ഥ. ആ 3 നൂറ്റാണ്ടിൽ ഇങ്ങനെ അൽ ഫാദിലത്തി അല്ലദീന ഹും ഖൈറുൽ ഖുറൂൻ. എന്താ കാരണം? ഫഖദ് ഖാന നാസു ഫീ തിൽക്കൽ ഖുറൂനി, ആ കാലഘട്ടങ്ങളിൽ ജനങ്ങളായി മുതഅല്ലിഖീന ബിൽ ഹഖ്, ഹഖ് തആലയുമായി, സത്യവുമായി, നേരായ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നവരായിരുന്നു. ബാഹിസീന അലൈഹി, ഇദാ നാമു അലൈഹി, ഉറങ്ങുകയാണെങ്കിൽ ഹഖ് തആലന്റെ സ്മരണയിലാണ് ഉറങ്ങുക. വൈദസ്തൈഖദു ഇസ്തൈഖദു അലൈഹി വൈദാ തഹറഖു ഫീഹി ഹത്താ അന്ന മൻ ഫതഹ അല്ലാഹു ബസീറത്തുഹു വനദറ ഇലാ ബവാതിനിഹിം വജദ ഉഖൂലഹും ഇല്ല നാദിറ മുതഅല്ലിഖും ബില്ലാഹി വബിറസൂലിഹി. ഈ ഒരു അവസ്ഥയായിരുന്നു 3 നൂറ്റാണ്ട്. അപ്പൊ അന്ന് ഇങ്ങനത്തെ ഈ തെർബിയത്തിന് ഇരിക്കുന്ന ശൈഖന്മാര്, അങ്ങനത്തെ ശൈഖന്മാര് അതൊന്നുമില്ല. അല്ലാഹു തആല അവരെ അസ്ലുൽ ഖിൽഖത്തിൽ തന്നെ അവരെന്താക്കി? ശുദ്ധാക്കി. അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ പോയിട്ട് പിന്നെ ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയാണ്, അപ്പൊ ചിലപ്പോ അല്ലാഹു തആല ഒരു വാസിറ്റി ഇല്ലാതെ എന്താക്കും? ശുദ്ധിയാക്കും. വതാറത്തൻ യകൂനു ബിതസബ്ബുബിൻ മിനശ് ശൈഖി ഫീഹി, ചിലപ്പോൾ ഷെയ്ഖ് കാരനായിട്ട് ശുദ്ധിയാവും. ഇന്നിപ്പോ ഗുരു വേണമെന്നാ പറയുന്നത്. ഗുരു വേണമെന്ന് എല്ലാവർക്കും ഗുരു വേണം, അള്ളാഹനെ അറിയാം, ഗുരു വേണം. ആൾക്കാരെ പറ്റിക്കാൻ നല്ല സുഖമാണ്. ഇതിങ്ങനെ കിട്ടിയ പൈസ കുറെ ഉണ്ടാക്കിയേ, നല്ല സാപ്പാട് അടിച്ചിങ്ങാണ്ട് കൂടാ. അപ്പൊ താറത്തൻ ബി ഷെയ്ഖ് മിന ഷെയ്ഖ് ഫീഹി, ചിലപ്പോൾ ആരെ കൊണ്ടുണ്ടാവും? ഷെയ്ഖ് കൊണ്ടുണ്ടാവും. അതാണ് പിന്നീട് ഉണ്ടായത്. ഏത്? 3 നൂറ്റാണ്ടിന്റെ ശേഷം. അന്ന് ഈ ഷെയ്ഖന്മാർ പ്രത്യക്ഷത്തിലേക്ക് വന്നു. വരാനുണ്ട്. എന്താ കാരണം? കാരണം ധാരാളം ആളുകൾ ദാഹിക്കുന്നവരുണ്ട്. ഇതാണെങ്കിൽ നമ്മളിപ്പം നല്ല കൂട്ടുകെട്ടിന്റെ ഇടയിൽ ജീവിക്കും, സ്വാഭാവികമായിട്ടും നന്നായി പോവും അല്ലേ? അതല്ലേ? നല്ല കൂട്ടുകെട്ടിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും എന്തായാലും നന്നായി പോകും. അപ്പൊ ആളുകൾ ഫസാദായി വന്നപ്പോൾ ഇവിടെ തെർബിയത്ത് ചെയ്യാൻ വേണ്ടി വെളിവായും കൊണ്ട് ഷെയ്ഖന്മാരെന്തായി? ഖാദിരിയത്ത് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് നിന്നു. അപ്പൊ ആൾക്കാർ വരും. ആൾക്കാർ വന്ന എല്ലാ ആൾക്കാരെയും ഹക്കീക്കത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ? അത് കഴിയൂല. പിന്നെന്തിനാ അവരെ ലാഹിറായത്? അതിനൊരു സിറുണ്ട്. കാരണം അത് ഹുമുൽ ഖൗമു ലാ യഷ്കാ ജലീസുഹും. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരൊരു ജനത, അവരുടെ അടുത്ത് ഇരുന്നവർ പോലും എന്താവൂല? പരാജിതരാവൂല. അപ്പൊ ആ ഒരു ബന്ധത്തിന് വേണ്ടിയാണ് നിന്നത്. അല്ലാതെ പുറത്ത് വന്നുകാണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവിടേക്ക് എത്തിക്കാൻ ഹക്കീക്കത്തിലേക്ക് എത്തിക്കേണ്ടേ? അതൊക്കെ അള്ളാഹു നേരത്തെ കലാക്കി, ആ കലാക്കി അനുസരിച്ച്, അള്ളാഹ് നിശ്ചയിച്ച കലാ അനുസരിച്ചേ നടക്കൂ. അപ്പൊ അവർ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന് കുറച്ചങ്ങട്ട് കഴിഞ്ഞപ്പോൾ ഇത് മുതലെടുക്കൽ തുടങ്ങി. കള്ളന്മാർ വന്നു. ഇതിങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ, ഇത് നോക്കി പറഞ്ഞാൽ ശരിയാവുള്ളൂ. കള്ളന്മാരെന്തായി? വന്നു. കള്ളന്മാർ വന്നപ്പോൾ ഒരു മടക്കി പോയി. മനസ്സിലായ? ഇതാണ് ആര് പറഞ്ഞത്? അഹ്മദ് സറൂഖ് പറഞ്ഞത്. ഇസ്തിലാഹിയായ തെർബിയത്ത് മുറിഞ്ഞൂന്ന. ഏത് മുറിഞ്ഞെന്നല്ല, തെർബിയത്തിന്റെ ജിൻസ് എന്തായിക്കണെന്ന് പറഞ്ഞില്ല. അത് ഏത് കാലത്തും എന്താവും? തെർബിയത്ത് നടക്കും. അത് മഹാന്മാർ എത്രത്തോളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, തെർബിയത്തിന് വേണ്ടി ത്വരീഖത്തുക്ക് കൂട്ടി മഹാന്മാരെ കൂടെ കൂട്ടി കൊല്ലങ്ങളോളം നടന്നാലും ചിലപ്പോൾ ഓൻ എന്താവൂല? ആ വഴിയിലേക്ക് അള്ളാഹു തആല കൂട്ടൂല. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഖളായിലോ ഇല്ല. ഇത് കിട്ടലായിരിക്കാം മുസ്താദിന് മാത്രമേ എന്താവുള്ളൂ? മുസ്താദ് കാരണം അള്ളാഹു തആല പ്രത്യേകം അതിനുള്ള എല്ലാം കൊടുത്ത ആൾക്കേ എന്താവുള്ളൂ. ഇതൊരു ഇസ്തിഫാ ആണ്, ഒരു തെരഞ്ഞെടുപ്പാണ്, അള്ളാഹുവിന്റെ ഇസ്തിഫാ ആണ്. അപ്പൊ അതെല്ലാവർക്കും കിട്ടൂല. പക്ഷെ ഓൾക്ക് എന്ത് കിട്ടും? സൂഫി മാത്രല്ല, ഏത് കിട്ടും? ഓലെ കൂടെ കൂടിയ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്ത് കടന്നു എന്ന് പറഞ്ഞില്ലേ? ചില്ലറ കാര്യ. ഇപ്പൊ നമ്മളെ CM വലിയുല്ലാഹിയായി ബന്ധപ്പെട്ട എത്ര ആളുണ്ട്? നമ്മളെ പ്രസ്ഥാനത്തെ അംഗീകരിക്കുകയും എല്ലാവരെയും അംഗീകരിക്കും. എന്നാൽ CM വലിയുല്ലാഹി പറഞ്ഞാൽ വലിയ ബഹുമാനാണ്. ഒരു വലിയ ആലിമീങ്ങളും അല്ല, വലിയ വിഭാഗത്തും അല്ല. പക്ഷെ അതുകൊണ്ട് എന്ത് കിട്ടും? ഒരു ആലിമീങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറത്ത് കിട്ടൂല. അങ്ങനത്തെ എന്ത് കിട്ടും? രക്ഷപ്പെടും. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ വിധി. അത് ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട്. ചിലപ്പം ഷെയ്ഖ് കൊണ്ടാണ് തെർബിയത്ത് ഉണ്ടാകുക. തെർബിയത്ത് കിട്ടുന്നതിന് ഒരു ഷെയ്ഖ് തന്നെ വേണമെന്നൊന്നുമില്ല. ഷെയ്ഖ് ഇല്ലാതെയും തെർബിയത്ത് കിട്ടും. അതൊക്കെ മഹാന്മാരായ ശരീഅത്തിന്റെ ആലിമീങ്ങളല്ല, തസവുഫിന്റെ ആലിമീങ്ങൾ തന്നെ എന്തായിട്ടുണ്ട് പറഞ്ഞു. ഇത് കിതാബ് നോക്കാതെ വെറുതെ അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറയട്ടെ. അതാ. അപ്പൊ ചിലപ്പോൾ അതുകൊണ്ട് കിട്ടും.
എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഓനെ ഇതാക്കി കൊണ്ടുവരും, നന്നാക്കി കൊണ്ടുവരും. അങ്ങനെ ഫൈദ ബലകൽ മുരീദു ഇലാ ഹാദിഹി ത്വഹാറത്തി വസ്സഫായി അതാഖത്തു ദാതുഹു ഹംല സിദ്ദി, സിർ വഹിക്കാനും കഴിവാവും. ഇതാണ് ആരുടേത്? തെർബിയത്തിന്റെ ശൈ കൊണ്ടുള്ള ഉദ്ദേശം. ഓൻ എന്തിലേക്ക് കൊണ്ടുപോകാൻ? സിർ വഹിക്കാനുള്ളതിലേക്ക് ഓന്റെ ഹൃദയത്തെ ഇങ്ങനെ സഫായി ചെയ്ത് കടഞ്ഞു തെളിയിച്ചു കൊണ്ടുപോകലാണ്. മനസ്സിലായ? പിന്നീട് അങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്. അപ്പം പിന്നെ ആര് പറഞ്ഞത്? അഹമ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് വകസുറ ഹാദൽ അംറു ഫിൽ അസാരില്ലത്തി അദ്റകഹ ശൈഖ് സറൂഖ്. ഈ ആളെ പറ്റിക്കുന്ന ഈ ആര് ശൈഖമാര് തെർബിയത്തിന് എന്ന് പറഞ്ഞേക്കണേ. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ടീമുണ്ടല്ലോ, അതുപോലെ പറ്റിക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്ന ആളുകൾ അക്കാലഘട്ടത്തിൽ അധികരിച്ചു ബഹുമാനപ്പെട്ടവരുടെ കാലത്ത്. മനസ്സിലായി? ഇവര് ചോദിക്കുന്നത് 824 ശേഷം എന്ന് പറയാം, അന്നങ്ങോട്ട് മുറിയനെയാണ്. അത് ആരോടാ ചോദിക്കേണ്ടത്? പെൺമളസ്ഥാനം ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അമസറൂഖിനോട് ചോദിക്കട്ടെ. അമസറൂഖ് അന്ന് ഏതെങ്കിലും ഒരു ചെറിയ മുറബിയായ ശേഖനെ കണ്ടിണ്ടാവും. അയാൾ മരിച്ചതാ വർഷമായി കൂടെ, 1, 2, 3 കണ്ടിണ്ടാവും. ഒരു മരിച്ചതാ വർഷമായി കൂടെ. അതൊക്കെ ഇംകാനുള്ള സംഗതിയല്ലേ. അതിപ്പോ പൊന്മളസ്ഥാനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതാണ്. അപ്പൊ അഹമ്മദ് സറൂഖ് തങ്ങളുള്ള കാലഘട്ടത്തിൽ അതുപോലെ അപ്പൊ അതുകൊണ്ട് തന്നെ അഹമ്മദ് സറൂഖിനെ പോലെയുള്ള ആളുകൾക്ക് നസീഹത്ത് വെളിവായി. എന്താണ്? അള്ളാഹുവിനെയും റസൂലിനെയും വിചാരിച്ചിട്ട് എന്താ യുഷീറു അലന്നാസി, ജനങ്ങളെ ഇഷാറത്താക്കണം. ഈ തെർബിയത്തിന് പോകരുത്. ഇങ്ങനെ ഈ തെർബിയത്ത് മുറുക്കാൻ കട പോലെ ഇട്ടുകാണ്ടിരിക്കണ ഈ തെർബിയത്ത് ഉണ്ടല്ലോ, അതിന് നിങ്ങൾ പോകരുത്. അതാ പറഞ്ഞേ മുറിഞ്ഞീന്ന്. ജനങ്ങളെ അതിൽ നിന്ന് എന്താക്കാൻ വേണ്ടിയാണ്? വലിക്കാൻ. അതന്നെ മൂപ്പര് പറഞ്ഞത്. ഏത് മുറിഞ്ഞീന്നാ? ഇസ്തിലാഹിയായ തെർബിയത്ത്. ഏതല്ല തെർബിയത്തും ബിൽ ഹിമ്മത്തൊന്നുണ്ട്. അത് കിയാമത്ത് നാൾ വരെ നടക്കും. അത് നിന്നു പോയാൽ പിന്നെ ലോകത്തിന്റെ അവസാനം. പിന്നെ അത് ഇവര് നടത്തുന്ന ഇതൊന്നല്ല. അതൊക്കെ വലിയ സിറുകളാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വലിയ സിറുകളാണ് അതൊക്കെ. അല്ലത്തി കസ്റഫീഹിൽ മുബ്തിലൂൻ, ബാത്തിലിന്റെ ആൾക്കാർ അധികരിച്ച ആ കാലത്ത്, കള്ളന്മാരായ ശേഖന്മാർ അധികരിച്ച ആ കാലത്ത് ജനങ്ങളെ അവർക്ക് നസീഹത്ത് കൊടുക്കുക, ഉപദേശം കൊടുക്കലാണ് ബഹുമാനപ്പെട്ടവർ ഇതിലൂടെ ഉദ്ദേശിച്ചത്. മാത്രമല്ല യഖിഫു ബിന്നാസി, ജനങ്ങളെ നിർത്തലുമാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. ഫി സാഹത്തിൽ അംനി, നിർഭയത്വ മേഖലയിൽ. നിർഭയത്വ മേഖലയാണ് ശരീഅത്തിന്റെ മേഖല. അവിടെ പോയാൽ പിന്നെന്താവൂല? പുറത്തേക്ക് ചാടിപ്പോവില്ല. മറ്റേതെന്തായി പോകും? പുറത്തേക്ക് ചാടിപ്പോവും. അപ്പൊ ആ അമ്നിന്റെ നിർഭയത്വത്തിന്റെ മേഖലയിൽ ആ സാഹത്തിൽ മുറ്റത്തിൽ നിർത്താൻ അവർ ഉദ്ദേശിച്ചു. അല്ലത്തി ലാ ഖൗഫ ഫീഹാ വലാ ഹുസന, അവിടെ ആണെങ്കിൽ എന്തില്ല? പേടിയില്ല, ടെൻഷനും ഇല്ല. വഹിയ ഇത്തിബാഉ സുന്നത്തി വൽ കിതാബ്. അതേതാണ് ആ മേഖല? നിർഭയത്വത്തിന്റെ മേഖല. ഖുർആൻ സുന്നത്തും പഠിപ്പിച്ചത്, ഇമാമിയങ്ങൾ പഠിപ്പിച്ചതിൽ നിൽക്കുക. അതാണ്. മനസ്സിലായി? അല്ലദീന ലാ യളില്ലു മൻ ഇഹ്തദാ ബിഹിമാ. മനസ്സിലായില്ലേ? എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാ വലം യുരീദു റളിയല്ലാഹു അൻഹും, ഇവരാരും ഉദ്ദേശിച്ചിട്ടില്ല. ഫകലാമുഹും റളിയല്ലാഹു അൻഹു ഖറജ മഖറജൻ നസീഹത്തി വൽ ഇഹ്തിയാത്ത്. ഇവരൊക്കെ പറഞ്ഞത് ഇഹ്തിയാത്തിന്റെ സബീലിന്റെ മേലിൽ ജനങ്ങളെ നിർഭയത്വമുള്ള ഒരു മേഖലയിൽ സേഫ് മേഖലയിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്, നിൽക്കാൻ വേണ്ടി, സേഫ് സോൺ അവിടെ നിർത്താൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്, മുറിഞ്ഞെന്ന് പറഞ്ഞത്. വലം യുരീദു റളിയല്ലാഹു അൻഹു ലിൻകിതാ റൈസൻ, പാറ മുറിഞ്ഞു അഥവാ തെർബിയത്തിന്റെ ജിൻസന്നെ ഇല്ല എന്ന് ആര് പറഞ്ഞിട്ടില്ല? അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിച്ചിട്ടില്ല. വഹാഷാഹു മിൻ ദാലിക. എങ്ങനെ ഒരു പറയല്? ഈ പൊന്മളസ്ഥാനാണെങ്കിലും എങ്ങനെയാ പൊന്മളസ്ഥാൻ പറയാ? പൊന്മളസ്ഥാൻ പറഞ്ഞാൽ വലിയൊരു ആലിമല്ലേ? അവരൊന്നും അത് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഫഇന്ന നൂറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാഖിൻ. അതിന് കാരണം പറയണത് റസൂലുള്ളാഹിന്റെ നൂറ് എപ്പോഴും ഇന്നും ഉണ്ട്. മനസ്സിലായോ? വഖൈറുഹു ശാമിലുൻ വബറകതുഹു ആമ്മത്തുൻ. റസൂലുള്ളാഹിന്റെ ഖൈർ എല്ലാവരും ഉൾക്കൊള്ളുന്നതും അല്ലാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് എല്ലാത്തിനും പൊതുവായിട്ടുള്ളതുമാണ്. ഇലാ യൗമിൽ ഖിയാമ, ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. എന്നല്ല റസൂലുള്ളാഹി തന്നെ നേരിട്ട് പലരും എന്താവും തെർബിയത്ത്, എൻ്റെ ഒരു ശൈഖിന്റെ ആവശ്യമില്ല. അങ്ങനെയുണ്ട്. അപ്പൊ ഇതൊന്നും പഠിക്കാതെ ആലിമീങ്ങളെ മേത്ത് കുതിരയേറിയിട്ടെന്തില്ല? കാര്യമില്ല.